തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഓക്സിജൻ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചു. വനിതാ അറ്റൻഡർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ കാഷ്വാലിറ്റിയിലായിരുന്നു അപകടം. അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, എന്താ സംഭവം? ഇത് ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിക്കുന്ന വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? അരുൺ, മെഡിക്കൽ കോളേജിൽ ഇത് പതിവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ വർഷം മെയ് മാസം മാർച്ച് മാസങ്ങളിൽ SATയിലെ മെഡിക്കൽ കോളേജുകളിലും 2 കേസുകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത്യാഹിത വിഭാഗത്തിലാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഓക്സിജൻ ഫ്ലോ മീറ്ററിന്റെ ഈ പ്രഷർ ഗേജ് പൊട്ടിത്തെറിച്ചാണ് ഈ വനിതാ അറ്റൻഡർ കൂടിയായിട്ടുള്ള ഫാരിഷ ബീവിക്ക് ഈ അപകടം സംഭവിച്ചത്. ഈ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ഈ ഗ്ലാസ് ചില്ലുകൾ ഈ അറ്റൻഡറിന്റെ നെറ്റിയിലാണ് പതിച്ചു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. ഇവരെ ഇപ്പോൾ ട്രോമ കെയറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആദ്യം സാരമായ പരിക്കുകൾ എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. പക്ഷേ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അന്വേഷിച്ചപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് ട്രോമ കെയറിലേക്ക് മാറ്റി ഗുരുതരമായിട്ടുള്ള പരിക്കാണെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സമാനമായിട്ടുള്ള സംഭവങ്ങളായിരിക്കുന്നു. നേരത്തെ തന്നെ സംഭവിച്ചപ്പോൾ തന്നെ SATയിലെ വനിതാ അറ്റൻഡർക്ക് സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അന്ന് കണ്ണിലായിരുന്നു ശൈലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ് ഓപ്പറേഷനൊക്കെ വിധേയമാക്കിയിരുന്നു. എന്നാലും ഇതിൽ സംഭവിച്ച റിപ്പോർട്ടുകൾ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നില്ല. കാരണം ഇത് വളരെ അടുത്തടുത്തായിട്ട് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ DMA അടക്കമുള്ളവർ റിപ്പോർട്ട് തേടിയിരുന്നു. എന്തായാലും ഇനി ഈ സംഭവത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് എന്തായാലും പുറത്തു വന്നേ മതിയാകുമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അരുൺ സോളമനാണ് നമുക്കൊപ്പം ചേർന്നത്.